നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ശീതീകരിച്ച ക്ലാസ് മുറികളും പ്രീ പ്രൈമറി വർണ്ണ കൂടാരവുമായി ഹൈടെക് മികവിലേക്ക് അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടം. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെ 1,40,00,000 രൂപയാണ് പദ്ധതി ചെലവ്. ചേർപ്പ് തിരുവള്ളക്കാവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പുകളിലൊന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൊതുപ്രവർത്തകൻ പ്രദീപ് വലിയങ്ങോട്ട് ആണ് കാര്യം ഉന്നയിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഓവറോൾ ട്രോഫി വിതരണം ചെയ്തു. 404 പോയിന്റ് നേടിയ യുവജന മുത്തുള്ളിയാൽ ഓവറോൾ ചാമ്പ്യന്മാരായി. വാർത്തകൾ വിശദമായി. ശീതീകരിച്ച ക്ലാസ് മുറികളും പ്രീ പ്രൈമറി വർണ്ണ കൂടാരവുമായി ഹൈടെക് മികവിലേക്ക് അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടം. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെ 1,40,00,000 രൂപയാണ് പദ്ധതി ചെലവ്. പാറളം ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളായ അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ ഹൈടെക് നിലവാരത്തിലെത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ സ്കൂൾ കെട്ടിടം നവംബർ 2 ഞായറാഴ്ച വൈകിട്ട് 4:30 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷനാകും. പാർലം പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് സ്കൂളായ GALPS അമ്മാടം 1,40,00,000 രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. നവംബർ 2 4:30 ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൂടാതെ നാട്ടിലെ MLA CC മുകുന്ദൻ അവർ അധ്യക്ഷത വഹിക്കും. ഈ ചടങ്ങിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശീതീകരിച്ച 7 ക്ലാസ് മുറികളാണ് സ്കൂളിലുള്ളത്. LCD പ്രൊജക്ടറിന്റെ സഹായത്താൽ മുഴുവൻ ക്ലാസ് മുറികളിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം സാധ്യമാകും. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി മുഴുവൻ വിദ്യാലയങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങളും പഠന നിലവാരവും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ 117 വർഷം പഴക്കമുള്ള അമ്മാടം ഗവൺമെൻറ് LP സ്കൂൾ ഇന്ന് നമുക്ക് ജില്ലയ്ക്ക് തന്നെ മാതൃകയാകാവുന്ന രീതിയിൽ അന്താരാഷ്ട്ര പഠനം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സൗകര്യങ്ങളോടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. 7 ക്ലാസ് മുറികളാണ് 1,40,00,000 രൂപയുടെ ഭാഗമായിട്ട് 7 ക്ലാസ് മുറിയും ഒരു വർണ്ണ കൂടാരവുമാണ് നമ്മൾ ഉദ്ഘാടനത്തിനായിട്ട് ഒരുങ്ങുന്നത്. നമ്മുടെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സ്കൂളിലെ ബെഞ്ച് ഡെസ്കുകളൊക്കെ മനോഹരമായ സ്റ്റീൽ ബെഞ്ച് ഡെസ്ക് വയ്ക്കുന്നതിന് 5 ലക്ഷം രൂപ വകയിരുത്തി ആ വർഷം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രഭാത ഭക്ഷണം നൽകി വരുന്ന ഒരു പ്രോജക്റ്റ് മാതൃകാപരമായിട്ട് ഞങ്ങൾ നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 10 ക്ലാസ് മുറികളുണ്ട്. 10 ക്ലാസ് മുറികളിലും LCD പ്രൊജക്ടറിൻ്റെ സഹായത്താലുള്ള പഠനം യാഥാർത്ഥ്യമാക്കുന്നു. ലൈബ്രറി, ലാംഗ്വേജ് ലാബ് കൂടാതെ കുട്ടികൾക്ക് വിനോദത്തിനായി സ്കൂൾ മുറ്റത്ത് ഹരിതോദ്യാനം, ഹെലികോപ്റ്റർ മാതൃക എന്നിവയടങ്ങുന്ന വർണ്ണ കൂടാരം പാർക്കും ഹൈടെക് സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. പാർലം പഞ്ചായത്തിനൊപ്പം പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സഹകരണ സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ ദിവസവും കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം, ഫർണിച്ചർ ഉപകരണങ്ങൾ, ക്ലാസ് മുറികളിൽ ഉച്ചഭാഷിണി സംവിധാനം, പുനരുദ്ധീകരിച്ച സ്റ്റേജ്, CCTV ക്യാമറകൾ, ഊർജ്ജ സംരക്ഷണത്തിന് സോളാർ പ്ലാന്റ്, കുടിവെള്ളത്തിന് വാട്ടർ കിയോസ്ക് എന്നിവ പുതിയ സ്കൂൾ കെട്ടിടത്തിലുണ്ട്. കുട്ടികൾക്ക് കായിക ഉപകരണങ്ങൾ സംഭാവനയിലൂടെ ലഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 1,40,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തിയത്. MLA അനുവദിച്ച 1 കോടി രൂപയുടെ ആസ്തി വികസന ഫണ്ട്
SSK ക്ലാസ് മുറികൾക്കായി 30 ലക്ഷം, SSK സ്റ്റാർസ് പദ്ധതിയായ പ്രീ പ്രൈമറി വർണ്ണ കൂടാരത്തിന് 10 ലക്ഷം രൂപ എന്നിവ പദ്ധതി പൂർത്തീകരണത്തിനായി ചിലവഴിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് ആഷ മാത്യു, അംഗങ്ങളായ ജെയിംസ് പി പോൾ, സ്മിനു മുഖേഷ്, പ്രധാനാധ്യാപിക TK ശ്രീജ, PTA പ്രസിഡന്റ് റോസ്മേരി അപേഷ്, C ഷീജ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർപ്പ് തിരുവുള്ളക്കാവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പുകളിലൊന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൊതുപ്രവർത്തകൻ പ്രദീപ് വലിയങ്ങോട്ടാണ് ഇക്കാര്യം ഉന്നയിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ തിരുവള്ളക്കാവിൽ 2 ബസ് സ്റ്റോപ്പുകളാണ് നിർമ്മിക്കുന്നത്. പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത റോഡ് നിർമ്മിച്ചത് കേരള സംസ്ഥാന ഗതാഗത പദ്ധതിയായ KSTP ആണ്. കൊടുങ്ങല്ലൂരിലേക്കും തൃശൂരിലേക്കുമുള്ള യാത്രക്കാർക്കായാണ് ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ തിരുവള്ളക്കാവിൽ നിർമ്മിക്കുന്ന 2 ബസ് സ്റ്റോപ്പുകൾ തമ്മിൽ 20 മീറ്റർ മാത്രമാണ് അകലം. കൂടാതെ തൃശൂരിലേക്ക് പൂച്ചിനിപ്പാടത്ത് നിന്നുള്ള ബസ് സ്റ്റോപ്പും തിരുവള്ളക്കാവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പും തമ്മിൽ ചെറിയ അകലം മാത്രമാണ്. തിരുവള്ളക്കാവിൽ തൃശൂരിലേക്കും കൊടുങ്ങല്ലൂരിലേക്കുമുള്ള 2 ബസ്സുകൾ ഒരേ സമയം സ്റ്റോപ്പിൽ നിർത്തുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാക്കും. തൃശൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് പരിഹാര മാർഗമെന്ന് പൊതുപ്രവർത്തകനായ പ്രദീപ് വലിയങ്ങോട്ട് പറഞ്ഞു. KSTP നിർമ്മിക്കുന്ന തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കും കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കും യാത്രക്കാർക്ക് ബസ് കയറാനുള്ള 2 ബസ് സ്റ്റോപ്പുകളാണ് ഈ നിർമ്മിക്കുന്നത്. ഇത് നിൽക്കുന്ന ബസ്സുകൾ ഒരേ സമയം തൃശ്ശൂരിലേക്കും കൊടുങ്ങല്ലൂരിലേക്കും ബസ്സുകൾ വന്നു നിന്നാൽ ഇവിടെ വലിയൊരു ഗതാഗത തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനവിടുത്തെ കുറച്ച് നീങ്ങുന്ന സിവിൽ സ്റ്റേഷൻ 18ഓളം സർക്കാർ സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. രജിസ്റ്റർ ഓഫീസ്, വില്ലേജ്, കൃഷിഭവൻ, ട്രഷറി. ഈ ഒരു സ്ഥാപനത്തിലേക്ക് ജനങ്ങൾക്ക് വരാൻ ഈ തൃശ്ശൂരിലേക്കുള്ള ഈ ബസ് സ്റ്റോപ്പ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കൂടി നീക്കി നിർമ്മിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന രീതിയായിരിക്കും. പൂച്ചിനിപ്പാടത്തുള്ള ബസ് സ്റ്റോപ്പും ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് വളരെ കുറച്ച് അകലം മാത്രമേ ഉള്ളൂ. ഇത് ഈ ബസ് സ്റ്റോപ്പ്, അതായത് തൃശ്ശൂരിലേക്കുള്ള ബസ് സ്റ്റോപ്പ് കുറച്ചുകൂടി മുന്നോട്ട് നീക്കി ആ സിവിൽ സ്റ്റേഷന് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിർമ്മിക്കാനാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത്. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തേക്ക് ബസ് സ്റ്റോപ്പ് മാറ്റുന്നത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് പറയുന്നത്. വില്ലേജ്, രജിസ്ട്രേഷൻ, കൃഷിഭവൻ, വാട്ടർ അതോറിറ്റി, സബ് ട്രഷറി തുടങ്ങി 18ഓളം സ്ഥാപനങ്ങളാണ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത്. ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം CC മുകുന്ദൻ MLA അറിയിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഓവറോൾ ട്രോഫി വിതരണം ചെയ്തു. 404 പോയിന്റ് നേടിയ യുവജന മുത്തുള്ളിയാലാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്തിൽ നിന്ന് ഓവറോൾ ട്രോഫി യുവജന മുത്തുള്ളിയാൽ ഭാരവാഹികൾ ഏറ്റുവാങ്ങി. പുതിയ കേരളോത്സവമായിട്ട് നിങ്ങൾ മുന്നിലുണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഇതിലിരിക്കുന്നവർ ചിലപ്പോൾ പലരും ഉണ്ടായിരിക്കാം, പക്ഷെ പുതിയൊരു ഭരണസമിതി ആയിരിക്കും ഇനി അടുത്ത വർഷത്തെ കേരളോത്സവത്തിനൊക്കെ നേതൃത്വം നൽകുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതും കൂടി അറിയിക്കുകയാണ്. നമ്മുടെ ഓവറോള് ഓരോ ഇനങ്ങളുടെയും വായിക്കേണ്ടല്ലോ, മൊത്തം ഓവറോള് വായിച്ചാൽ മതി. യുവജന ആണ് ഓവറോള് ട്രോഫി നേടിയിരിക്കുന്നത്. 404 പോയിന്റോട് കൂടിയിട്ടാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. പിന്നെ NIG ആണ് അടുത്ത ഇതിൽ നിൽക്കുന്നത്. NIGയുടെ പോയിന്റ് 186 വൈസ് പ്രസിഡന്റ് VN സുരേഷ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, മെമ്പർമാരായ EV ഉണ്ണികൃഷ്ണൻ, PS വനജ, KB പ്രജിത്ത്, സുനിത ജിനു, നസീജ മുത്തലീഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജലക്ഷ്മി, ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ സമ്മാന ചടങ്ങിൽ പങ്കെടുത്തു. ആഗോള കൈക്കഴുകൽ ദിനാചരണത്തിന്റെ തൃശൂർ ജില്ലാതല പരിപാടി ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പോസ്റ്റർ രചനാ മത്സരത്തിന് പുറമെ വിവിധ കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ പോയതിനു ശേഷം കയ്യ് സോപ്പിട്ട് കഴുകേണ്ടതാണ് എന്ന് ഓർമ്മപ്പെട്ട് ചെറുപ്രായത്തിൽ
ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ശങ്കർജി അങ്ങനെ പറഞ്ഞത്, അത് ഞങ്ങളുടെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇന്ന് നമ്മൾക്ക് വലിയൊരു ശീലമായി മാറി നമ്മുടെ മക്കളോട്, നമ്മുടെ പേരക്കുട്ടികളോടൊക്കെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യാണ്. അതുപോലെ ഏതെല്ലാം സന്ദർഭങ്ങളിലൊക്കെ തന്നെ നിർബന്ധമായിട്ടും കൈ കഴുകേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ ഞാൻ കല്യാണത്തിന് പോകുമ്പോഴൊക്കെ കൈ കഴുകി പോകും. എന്താണെന്നറിയോ, എൻ്റെ വണ്ടിയിലല്ലേ ഞാൻ കോവിഡിന് തൊട്ടില്ലോ, പക്ഷെ അവിടെ ചെല്ലുമ്പോഴൊക്കെ തന്നെ സ്നേഹപൂർവ്വം എനിക്കൊരു കൈ തരും, സ്നേഹം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും കൈ കഴുകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പല രോഗങ്ങൾക്കും കാരണമാകുന്നതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ശുചിത്വക്കുറവിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നമ്മളെല്ലാവരും മാസ്ക് വെച്ച ആൾക്കാർ കൂടിയാണ്. ഒരിക്കലും സമൂഹത്തിലെ ലോകത്തിലെ എല്ലാവരും ഒരു ഘട്ടത്തിൽ എല്ലാവരും മാസ്ക് വയ്ക്കുക തിരിച്ചറിയാവുന്ന രീതിയിൽ നമ്മൾ നടന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ആരോഗ്യ രംഗത്തെ പുതു വഴിയിലേക്ക് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് ആരോഗ്യം എന്ന് പറയുന്ന പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നേറിയത്. അപ്പൊ നമ്മെ സംബന്ധിച്ച് നമ്മെ ആക്രമിക്കുന്ന ധാരാളം ചുറ്റുപാടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ പിറകിൽ ധാരാളം പേര് നമ്മളെ ആക്രമിക്കുന്നു. രോഗവാഹികളാണ്, മറ്റു കാര്യങ്ങളല്ല. നമുക്ക് രോഗവാഹികളായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെ നിരന്തരമുണ്ട്, എല്ലാവരുടെ പിറകിലുണ്ട്. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള ഡെപ്യൂട്ടി DMO ഡോക്ടർ അനൂപ്, ജില്ലാ മാസ് മീഡിയ ഓഫീസർ CM ശ്രീജ, പ്രിൻസിപ്പൽ പ്രീതി വർഗീസ്, പ്രധാനാധ്യാപിക ജില്ലി ജോസ് K, PTA പ്രസിഡന്റ് MS അലക്സി, ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡയറക്ടർ M അരുൺ എന്നിവർ സംസാരിച്ചു. കൈകഴുകൽ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ അനു M ജോർജ് ക്ലാസ് എടുത്തു. ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ തീം ആസ്പദമാക്കി നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിൽ 70 കുട്ടികൾ പങ്കെടുത്തു. ഇതിൽ മികച്ച 3 സ്ഥാനക്കാർക്ക് സമ്മാനം വിതരണം ചെയ്തു. തൃശൂർ എലൈറ്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര ആശാപ്രവർത്തകരുടെ ആക്ഷൻ സോങ് എന്നിവ കലാപരിപാടികളായി അരങ്ങേറി. പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ, MLSP, RBSK നഴ്സ്, ആശാപ്രവർത്തകർ, സ്കൂൾ ജീവനക്കാർ, PTA അധികൃതർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റിൽ തൃശൂർ ടീമിന് വെങ്കലം. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി ഇറങ്ങിയ ആൻജോ ലിജോയുടെ ബാറ്റിംഗ് മികവാണ് മെഡൽ നേട്ടത്തിന് കാരണമായത്. നാഷണൽ സ്കൂൾ ഗെയിംസിൽ സബ് ജൂനിയർ വിഭാഗം ക്രിക്കറ്റ് മത്സരത്തിൽ കേരള ടീമിൽ ആൻജോ ലിജോ ഇടം നേടിയിരുന്നു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ആൻജോ ലിജോ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്കെതിരെ പാർലത്ത് LDF പ്രതിഷേധം. LDF പാർലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് അധ്യക്ഷനായി. LDF കൺവീനർ സുഭാഷ് മാരാത്ത്, NCP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, PV സുബ്രഹ്മണ്യൻ, TR മീര, PB ഷാജൻ, TG വിനയൻ, AK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിയുടെ തിരുവോണം ആറാട്ട് ഭക്തിസാന്ദ്രം. നിരവധി ഭക്തരാണ് ദേവിയുടെ തിരുവോണം ആറാട്ട് ചടങ്ങിൽ പങ്കെടുത്തത്. വർഷത്തിൽ ആദ്യമായാണ് ദേവി തിരുവോണം ആറാട്ടിന് പുറത്തേക്ക് എഴുന്നള്ളുന്നത്. പാണിക്ക് ശേഷം മേളത്തോടെ പുറപ്പെടുന്ന ദേവി ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് വെങ്ങിണിശ്ശേരി സെന്റർ വഴി ശങ്കരമംഗലം തീർത്ഥക്കുളത്തിലേക്ക് എഴുന്നള്ളി. അന്നമനട ഹരിദാസ് മാരാർ നയിച്ച പാണ്ടിമേളവും കൊമ്പത്ത് ചന്ദ്രൻ നയിച്ച നാദസ്വരവും എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കി. തിരുവോണം ആറാട്ടിന് എഴുന്നള്ളിയ ദേവിയെ വീടിന് മുൻപിൽ നിറപറയും നിലവിളക്കും വെച്ചാണ് ഭക്തർ വരവേറ്റത്. ആറാട്ടിന് എഴുന്നള്ളിയ ദേവിക്ക് ആൽത്തറ ജംഗ്ഷൻ, വെങ്ങിണിശ്ശേരി സെന്റർ, ഐക്കുന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നട എന്നിവിടങ്ങളിൽ ഭക്തർ പറ സമർപ്പിച്ചു. ഭക്തരുടെ
വരവേൽപ്പ് ഏറ്റുവാങ്ങിയ ദേവിക്ക് തുടർന്ന് ശങ്കരമംഗലം തീർത്ഥക്കുളത്തിൽ ആറാട്ട് നൽകി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരി ആറാട്ട് ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിയ ദേവിയെ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തി. തുടർന്ന് ഗണപതി ഇടീക്കലിനും ബ്രാഹ്മണിപ്പാട്ടിനും ശേഷമാണ് ദേവിയെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചത്. രാവിലെ മുതലുള്ള അഭിഷേകങ്ങളും പൂജകളും നിവേദ്യങ്ങളും നടത്തിയതിനു ശേഷം നവകം ശ്രീഭൂതബലി ചടങ്ങുകളോടെ തിരുവോണം ആറാട്ട് ഉത്സവത്തിന് സമാപനമായി. തൃശൂർ ഇന്റർനാഷണൽ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ സിനിമാ പ്രദർശനം നടന്നു. സൊസൈറ്റിയുടെ AC തിയേറ്ററിലാണ് ആസിഫ് അലി നായകനായ സർക്കിട്ട് സിനിമ പ്രദർശിപ്പിച്ചത്. ചലച്ചിത്രോത്സവത്തിന്റെ 7ാം ദിവസമാണ് സൊസൈറ്റിയുടെ തിയേറ്ററിൽ സിനിമാ പ്രദർശനം നടന്നത്. തൃശൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ചെറിയാൻ ജോസഫ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഷോർട്ട് ഫിലിം സംസ്ഥാന അവാർഡ് ജേതാവ് അനിൽ പറക്കാട്, സിനിമാ പ്രവർത്തകൻ സുഖദേവ്, MS ഫൗണ്ടേഷൻ പ്രസിഡന്റ് മനോഹർ ലാൽ, അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, വൈസ് പ്രസിഡന്റ് AM വക്കച്ചൻ എന്നിവർ സംസാരിച്ചു. ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടിയുടെയും രക്ഷിതാക്കളുടെയും മാനസിക സംഘർഷങ്ങളാണ് സർക്കിട്ട് എന്ന സിനിമയുടെ കഥാതന്തു. വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. കോടന്നൂർ കോക്സ് ക്ലബ് സ്പോൺസറായാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. സ്കൂളിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഒരു പൊതുവിദ്യാലയത്തിന് അധികകാലമായിട്ടുള്ള കോക്സ് ക്ലബ്ബ് തുടങ്ങിയിട്ട് യുവാക്കളുടെ ഒരു ക്ലബ്ബാണ്. ആ കോക്സ് ക്ലബിനോട് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെടുകയാണ് ഇങ്ങനൊരു സ്കൂളിന് അടിസ്ഥാന വികസനത്തോടൊപ്പം അത്യാവശ്യം ഹൈടെക് ആക്കാനായിട്ടുള്ള പദ്ധതികളുണ്ട്, അപ്പോൾ നിങ്ങളുടെ സഹായം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ CCTVക്ക് വേണ്ടി 25,000 രൂപ തരാമെന്ന് പറഞ്ഞു. അതിനേറ്റവും അഭിമാനം പാർലം ഗ്രാമപഞ്ചായത്തിനുണ്ട് എന്ന് അറിയിക്കുക. CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ സ്പോൺസറായത് കോടന്നൂർ കോക്സ് ക്ലബ്ബാണ്. ഇതിനാവശ്യമായ തുക കോടന്നൂർ കോക്സ് ക്ലബ് ഭാരവാഹികൾ പ്രധാന അധ്യാപിക T ശ്രീജയ്ക്ക് കൈമാറി. സ്പോർട്സിൻ്റെ സമഗ്ര വികസനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു സഹായങ്ങളും ഞങ്ങൾ ചെയ്തു വരാറുണ്ട്. അവശരായ രോഗികൾക്ക് ധനസഹായം, ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും വികസിപ്പിക്കാനുള്ള സൗകര്യം എല്ലാം ക്ലബിൻ്റെ മെമ്പർമാർ വളരെ വിശദമായി സൗകര്യപൂർവ്വം അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ജെയിംസ് മാഷും പഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ AC-യിലേക്കാണ് ഉദ്ദേശിച്ചത്. ഒരു 25,000 രൂപ ഞങ്ങൾ കൊടുക്കുകയാണ്. CCTV 25,000 രൂപ കൊടുക്കുകയാണ്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, വൈസ് പ്രസിഡന്റ് ആശ മാത്യു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, വാർഡ് മെമ്പർ KPTA പ്രസിഡന്റ് റോസ്മേരി അബേഷ്, കോക്സ് ക്ലബ് ഭാരവാഹികളായ സുധീർ ചക്കാലപ്പറമ്പിൽ, ഫ്രാൻസിസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡിൽ നിർമ്മിച്ച സ്വാഗത് റോഡ് നാടിന് സമർപ്പിച്ചു. പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തതാണ് സ്വാഗത് റോഡ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അൽഫോൺസ പോൾസൺ അധ്യക്ഷയായി. വാർഡ് മെമ്പർ സുനിത ജിനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, മുൻ മെമ്പർ K രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,04,000 രൂപ ചിലവഴിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത സ്വാഗത് റോഡ് നിർമ്മിച്ചത്. പാറളം ഗ്രാമപഞ്ചായത്ത് അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിലേക്ക് വിവിധ അധ്യാപന സഹായ ഉപകരണങ്ങൾ നൽകി. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ നൽകിയത്. LCD പ്രൊജക്ടർ, ക്ലാസ് ലൈബ്രറി, ലാംഗ്വേജ് ലാബ്, ടീച്ചിംഗ് എയ്ഡ്സ് എന്നിവയാണ് പദ്ധതി പ്രകാരം സ്കൂളിന് പഞ്ചായത്ത് കൈമാറിയത്. സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളിലേക്കുമായാണ് LCD പ്രൊജക്ടർ, ക്ലാസ് ലൈബ്രറി, ലാംഗ്വേജ് ലാബ്, ടീച്ചിംഗ് എയ്ഡ്സ് എന്നിവ നൽകിയത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയനിൽ നിന്ന് സ്കൂൾ പ്രധാന അധ്യാപിക TK ശ്രീജ ഏറ്റുവാങ്ങി. 5 വർഷത്തിനുള്ളിൽ പ്രഭാത ഭക്ഷണം മുതൽ ഇപ്പോൾ സ്പോർട്സ് കിറ്റ് വരെ
ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്ത് സ്കൂളിൽ നൽകി വരുന്നു. ഇന്ന് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് ലൈബ്രറിയും ടീച്ചിങ് എയ്ഡും നമ്മളിന്നിവിടെ സമർപ്പിക്കുകയാണ്. ലാംഗ്വേജ് ലാബും ഇവിടെ സമർപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആഷ മാത്യു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, വാർഡ് മെമ്പർസ് മിനു മുകേഷ്, PTA പ്രസിഡന്റ് റോസ്മേരി അപേഷ്, സ്കൂൾ ലീഡർ അഗ്രത സന്ദീപ് എന്നിവർ സംസാരിച്ചു. ഈ പുതിയ 4 ക്ലാസ് മുറിയിൽ AC ഫിറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ എല്ലാ ക്ലാസ് മുറിയിലേക്കും അമ്മാടെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സ്പോൺസർഷിപ്പിൽ സ്പീക്കർ സിസ്റ്റം വെച്ചു, സൗണ്ട് സിസ്റ്റം. കൂടാതെ എല്ലാ വിദ്യാലയങ്ങൾക്കും സ്പോർട്സ് കിറ്റ് ഞങ്ങൾ നൽകി. അതുപോലെ ഈ വിദ്യാലയത്തിലെ മക്കൾക്ക് അന്താരാഷ്ട്ര പഠനം സാധ്യമാകുന്ന രീതിയിൽ ലാംഗ്വേജ് ലാബ്, അതായത് കോളർ മൈക്കിൻ്റെ സഹായത്താലുള്ള പഠന പ്രവർത്തനങ്ങൾ നടത്താൻ, അതുപോലെ തന്നെ LCD പ്രൊജക്ടർ, അതുപോലെ ടീച്ചിങ് എയ്ഡ്സ്, ഇതൊക്കെ ഇന്ന് ഈ സ്കൂളിന് സമർപ്പിക്കുകയാണ്. കൊടകര ഇഷാര ഗോൾഡൻ ഡയമണ്ട് സമ്മാനദാനം നടത്തി. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ കൊടകര ബ്രാഞ്ച് ഉദ്ഘാടനത്തിന് പ്രഖ്യാപിച്ച സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്. സ്വർണ്ണ ചെയിൻ വിജയിയായ ശിവൻ വാസുപുരം, മലേഷ്യൻ യാത്രാ വിജയി ശ്രീബാല ആനന്ദപുരം എന്നിവരാണ് സമ്മാനങ്ങൾക്ക് അർഹരായത്. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ രാജൻ ചെമ്പാറ സമ്മാനദാനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ, മറ്റു ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രകൃതി വിഭവങ്ങളാൽ നിർമ്മിച്ച കൊന്ത നിർമ്മാണം ശ്രദ്ധേയമായി. പടുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസാചരണത്തിന്റെ ഭാഗമായി കൊന്ത നിർമ്മാണം നടന്നത്. യൂത്ത് CLCയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. പരമാവധി 8 അടി നീളമായിരുന്നു കൊന്ത നിർമ്മാണത്തിനുണ്ടായിരുന്നത്. പിസ്ത, അടയ്ക്ക, നാരങ്ങ, ലൂബിക്ക, വാഴപ്പിണ്ടി, മുട്ട തുടങ്ങിയ വിഭവങ്ങളാണ് കൊന്ത നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ചൈലി ആന്റണിയുടെ നേതൃത്വത്തിൽ സെന്റ് മദർ തെരേസ കുടുംബ കൂട്ടായ്മ 1ാം സ്ഥാനം നേടി. മത്സര വിജയികൾക്ക് ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. പൂച്ചിന്നിപ്പാടം സ്വദേശി തേനംകുടത്ത് വട്ടക്കുഴി വീട്ടിൽ തോമക്കുട്ടി മകൻ ജോൺസൺ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 പൂച്ചിന്നിപ്പാടം ലിറ്റിൽ ഫ്ലവർ പള്ളി സെമിത്തേരിയിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ശീതീകരിച്ച ക്ലാസ് മുറികളും പ്രീ പ്രൈമറി വർണ്ണ കൂടാരവുമായി ഹൈടെക് മികവിലേക്ക് അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടം. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെ 1,40,00,000 രൂപയാണ് പദ്ധതി ചെലവ്. ചേർപ്പ് തിരുവള്ളക്കാവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പുകളിലൊന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൊതുപ്രവർത്തകൻ പ്രദീപ് വലിയങ്ങോട്ട് ആണ് കാര്യം ഉന്നയിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഓവറോൾ ട്രോഫി വിതരണം ചെയ്തു. 404 പോയിന്റ് നേടിയ യുവജന മുത്തുള്ളിയാൽ ഓവറോൾ ചാമ്പ്യന്മാരായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.